Download now. CC Learning app. Hi friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. I'm Dr. Vidya. ഞങ്ങളിന്ന് വന്നിരിക്കുന്ന നമ്മുടെ HSST ഇംഗ്ലീഷ് അല്ലെ ഈ മാസം മെയ്യില് 29-ാം തീയതി നടക്കാൻ പോകുന്ന HSST ഇംഗ്ലീഷിന്റെ ഫൈനൽ റൗണ്ട് പ്രിപ്പറേഷനിലിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഷെയർ ചെയ്യാനായിട്ടാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം 29-ാം തീയതി നമ്മൾ കുറെ നാളായിട്ട് കുറെ മാസങ്ങളുടെ നമ്മുടെ കഷ്ടപ്പാടാണ് അല്ലെ. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് സ്മാർട്ട് വർക്കും എല്ലാം കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു എഫേർട്ടാണ്. അത് നമ്മൾ മെയ് 29th നമ്മൾ അതിന്റെ ഒരു റിസൾട്ടിലേക്ക് പോവുകയാണ് അല്ലെ. അപ്പൊ എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയായിരിക്കും, എങ്ങനെയാണ് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ടെൻഷൻ നിങ്ങൾക്കുണ്ടാവും. പ്രത്യേകിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കുറെ നാളായിട്ട് പഠിക്കുകയാണ്, പല കാര്യങ്ങളും സ്കാറ്റേർഡ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇതിനെ ഒന്ന് ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അതാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങളിൽ ഇവരെ കുഴപ്പിക്കുന്ന മോഡ്യൂൾസ് എന്തൊക്കെയാണ്, എന്താണ് അവരിവിടെ എടുക്കേണ്ട സ്ട്രാറ്റജീസ്? കൂടുതലും കുഴപ്പിക്കുന്ന മോഡ്യൂൾസ് എന്ന് പറയുന്നത് ലിറ്റററി ക്രിറ്റിസിസം ആണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഞാൻ എപ്പോഴും ഇവരോട് പറയും, ഡീറ്റെയിൽഡ് ആണ് നോൺ ഡീറ്റെയിൽഡ് ആണ് എന്ന് കരുതി നോൺ ഡീറ്റെയിലിനെ ഒട്ടും അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് ഈക്വൽ എംഫസിസ് കൊടുക്കേണ്ടതാണ് ഈ രണ്ട് പോർഷനും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ഡീറ്റെയിൽഡിൽ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്ന അതേ ലെവലിൽ തന്നെ നോൺ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകളും ഫോക്കസ് ചെയ്യണം. നമുക്കറിയാം ടോട്ടൽ 14 മൊഡ്യൂൾസ് ഉണ്ട് അല്ലെ. ജനറൽ നമ്മുടെ ഇംഗ്ലീഷിന് മാത്രം നമുക്ക് 14 മൊഡ്യൂൾസ് ഉണ്ട്. അപ്പൊ ആ 14 മൊഡ്യൂൾസിൽ നമ്മൾ എങ്ങനെ ഫോക്കസ് ചെയ്യണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജനറൽ പേപ്പർ, എനിക്ക് തോന്നുന്നു നമ്മൾ ഇംഗ്ലീഷ് വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ പോളിറ്റിയിൽ കുറച്ച് വീക്കായിരിക്കും. ഞങ്ങളെല്ലാം വീക്കാവുന്നത് ഒരു ജനറൽ പേപ്പർ, അതാണ് സത്യമാണ്. അപ്പൊ 30 മാർക്കിന്റെ ജനറൽ പേപ്പർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ മാത്സിന്റെ എക്സാം കഴിഞ്ഞു, ഫിസിക്സിന്റെ എക്സാം കഴിഞ്ഞു, മാത്സിന്റെ GK പേപ്പർ വളരെ ആശ്വാസം തരുന്നതായിരുന്നു, അത്യാവശ്യം സിമ്പിൾ ആയിട്ട് വന്നു. എന്നാൽ ഫിസിക്സിലേക്ക് പോയപ്പോൾ ഇച്ചിരി ടഫായിരുന്നു. അപ്പൊ നമുക്കറിയില്ല എങ്ങനെയായിരിക്കും നമ്മുടെ പേപ്പർ പോകുന്നതെന്ന്. അപ്പൊ അതിന് മുൻപ് നടക്കുന്ന എല്ലാ എക്സാംസിന്റെയും GK പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ച ടോപ്പിക്സ് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ, സബ്ജക്ട് കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, സ്കോർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഏറ്റവും ജനറൽ പേപ്പർ വളരെ റെലവെന്റ് ആണ്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ വരുന്ന 18-ാം തീയതി മുതൽ കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ കുട്ടികൾക്കായിട്ട് ഞങ്ങൾ എടുക്കുന്ന സ്ട്രാറ്റജീസ് മെയിൻ ആയിട്ട് ഡെയിലി 4 hour ലൈവ് സെഷൻ ആണ്. സബ്ജക്റ്റിന് 2 hours, അതുപോലെ തന്നെ ജനറൽ പേപ്പറിന് 2 hours. എന്താണ് നമ്മൾ ഈ 2 hours കുട്ടികൾക്ക് കൊടുക്കുക? നമുക്കറിയാം ആകെ 14 മൊഡ്യൂൾസും ഉണ്ട്, നമുക്ക് 10 ഡേയ്സും ഉണ്ട്. അപ്പം നമ്മൾ ഓരോ ദിവസവും ഈക്വലി പോർഷൻസ് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കാം ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഇത്രയും നാളും ക്ലാസ്സസ് എടുത്ത ടീച്ചേഴ്സ് ആണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾക്കറിയാം ഏതൊക്കെ പോർഷൻസിൽ നിന്നാവാം ക്വസ്റ്റ്യൻസ്. കാരണം നമുക്ക് 1-2 PYQ മാത്രമേ ഉള്ളൂ അല്ലേ. അതിൻ്റെ ബേസിസിൽ നമ്മൾ എങ്ങനെയാണ് ഇനി ഉള്ള ടെക്സ്റ്റുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഏത് പാറ്റേൺ ആണ് അവർ ഫോളോ ചെയ്യാൻ പോകുന്നത്, ആ രീതിയിലായിരിക്കും ഞങ്ങൾ ഞങ്ങളുടെ ലൈവ് സെഷൻസ് പ്രിപ്പയർ ചെയ്യുന്നതും. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം, അതായത് ഞാൻ പറഞ്ഞതുപോലെ ഡീറ്റെയിൽഡിനും നോൺ ഡീറ്റെയിലിനും ഈക്വൽ എംഫസിസ് കൊടുത്തുകൊണ്ട്, രണ്ടിൽ നിന്നും കോഡ് ബേസ്ഡ് ആയിട്ടുള്ളത്, ഇയർ ഓഫ് പബ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ളത്, ഓതർ ബേസ്ഡ്, ക്യാരക്ടർ ബേസ്ഡ്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം. കാരണം ഞങ്ങൾക്ക് സെറ്റും നെറ്റും ഒക്കെ എടുത്ത് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ഓരോ സ്റ്റുഡൻറ്റിനും അറിയാം, നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ് അല്ലെ. ആ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ഓരോ ലൈവ് ക്ലാസ്സസിലും ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത്. അതായത് എല്ലാ മൊഡ്യൂൾസും കവർ ചെയ്യുന്ന തന്നെയായിരിക്കും ഈ 10 ഡേയ്സിന്റെ ബൂസ്റ്റർ ബാച്ച്. അതും ക്വസ്റ്റ്യൻസിലൂടെ അല്ലെ. നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമുക്കറിയാം ഇപ്പം HSST പോലൊരു എക്സാം നോക്കുവാണെങ്കിൽ മിസ്സേ ഒരു 50% കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒരു 20% ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 20% മാത്രമാണ് ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നമുക്ക് എന്തിനാ 20% പുറകെ പോകേണ്ട ആവശ്യമില്ല, ബാക്കി ഭാഗം നമുക്ക് ബൂസ്റ്റ് ചെയ്യാം. ഇത് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ എടുക്കേണ്ട ഒരു ഫോർമുല എന്ന് പറയുന്നത് എലിമിനേഷൻ ടെക്നിക്ക് തന്നെയാണ്. സോ ഇനി വരുന്ന ദിവസം നമ്മൾ പലയിടത്തായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന ഭാഗങ്ങളെ ഒറ്റ ഒരു വഴിയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ആ ഒരു സിലബസിനെയും അല്ലെങ്കിൽ നമ്മുടെ അറിവിനെയും സോർട്ട് ഔട്ട് ചെയ്ത് ഈ പറയുന്ന ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസിലൂടെ, മീൻസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 PYQs ആണ് നമുക്ക് ആകെ അവൈലബിൾ ആയിട്ട്. അപ്പൊ അവിടെ സോഴ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നെറ്റ്, അതുപോലെ തന്നെ സെറ്റ്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന്റെ ക്വസ്റ്റ്യൻസ്, HSA എടുക്കാം. ഇതെല്ലാം തന്നെയാണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്ത് ക്വസ്റ്റ്യൻസിലൂടെ തന്നെ പഠിക്കേണ്ടത്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ എക്സാംസിന്റെയും പൂൾ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പൂൾ എന്ന് പറയുന്നത് വളരെ റിച്ച് ആണ്. കാരണം കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് നമ്മൾ കുട്ടികളിലേക്ക് ഈ ടോപ്പിക്സ് എല്ലാം തന്നെ എല്ലാ ക്വാളിഫയിങ് കോമ്പറ്റേറ്റീവ് എക്സാംസിലൂടെ കൊടുക്കുന്നതാണ്. സോ നോ വറീസ്. അതോടൊപ്പം തന്നെ ജനറൽ പേപ്പറും
ജനറൽ പേപ്പറിലും ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കേണ്ട പദ്ധതികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പോളിറ്റി ആയാലും എന്ത് പഠിക്കണം എന്ന് വെച്ചാൽ വളരെ വാസ്റ്റാണ്. എടുക്കേണ്ട ഭാഗങ്ങൾ മാത്രം പഠിപ്പിച്ചുകൊണ്ട് ആയിരിക്കും നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത്. ഇത്രയും നാളും ജനറൽ പേപ്പറിന് കോച്ചിങ് പോകാത്തവർക്ക് പോലും ഈ ഒരു 10 ഡേയ്സിലെ 2 hours സെഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഓരോ ലൈവ് സെഷൻ. അതെ, അപ്പോ ഈ 18-ാം തീയതി മുതൽ നമ്മൾ തുടങ്ങുകയാണ്. ഇത് ഞങ്ങളുടെ ഷെഡ്യൂളാണ്. നമ്മൾ 18-ാം തീയതി മുതൽ നമ്മളുടെ ഞങ്ങളുടെ ഷെഡ്യൂളാണ്. സബ്ജക്ട് മാത്രമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് ജനറൽ പേപ്പറിന്റെ ഷെഡ്യൂൾ ഉണ്ട്. സോ ഓരോ ടോപ്പിക്കും, അതായത് സബ്ജക്ട് എക്സ്പേർട്സ്, ഇപ്പം വിദ്യാ മാമിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമേ ഇല്ല. വിദ്യാ മാം ഉണ്ട്, അതേപോലെ ആൽഫിൻ സർ ഉണ്ട്, ആശാ മിസ് ഉണ്ട്, അങ്ങനെ എല്ലാവരുടെയും അതോടൊപ്പം ജനറൽ പേപ്പർ അവിടെ വലിയൊരു ടീം തന്നെ ഉണ്ട്. കാരണം എല്ലാ PSC പരീക്ഷകളിലും നമ്മുടെ ടീം ഉള്ളതുകൊണ്ട് തന്നെ ആശാ മിസിന്റെ നേതൃത്വത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജനറൽ പേപ്പർ ടീം നമുക്കുണ്ട്. സോ ഇവരുടെ എല്ലാവരുടെയും സംയുക്തമായിട്ടുള്ള ഒരു പ്രയത്നമായിരിക്കും 18-ാം തീയതി മുതൽ ഡെയിലി 4 hour ലൈവ് സെഷൻ, 2 hour സബ്ജക്ട് പേപ്പർ, 2 hour നമ്മുടെ ജനറൽ പേപ്പർ. അപ്പൊ ഈ 4 മണിക്കൂർ നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത് അബണ്ടൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസിലൂടെ തന്നെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് എവിടെയാണോ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്സായിട്ടുണ്ട് എങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് പഠിച്ച് ഏറ്റവും മികച്ച റാങ്കിലേക്ക് എത്തുക. ഇത്രയും നാളും ലോങ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റാതെ എന്നാൽ ഓൾറെഡി അപ്ലൈ ചെയ്ത ഒരുപാട് പേരുണ്ട്. ഞാൻ എന്തിനാണ് ഈ എക്സാം എഴുതാൻ പോകുന്നത്, ഐ ഹാവ് ഇൻ പ്രിപ്പയർഡ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും പലർക്കും ഉള്ളത് അല്ലെ. അങ്ങനെ ഉള്ളവർക്ക് ഈ 10 hours അല്ലെ ഈ 10 ഡേയ്സിന്റെ ബൂസ്റ്റർ സെഷൻ അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു സെക്കൻഡ് തോട്ടിന്റെ ആവശ്യമില്ലാതെ തന്നെ യു ക്യാൻ ജോയിൻ വിത്ത് us. യെസ്, അപ്പം നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ 8589083568 കോൺടാക്ട് ചെയ്യുക. 18-ാം തീയതി തിങ്കളാഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. പെട്ടെന്ന് തന്നെ പോന്നോളാം. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ അല്ലേ മിസ്സേ? ഓരോ ലൈവ് സെഷനും മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് പഠിക്കാം. യെസ്, അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി അങ്ങോട്ട് നമ്മുടെ ഫൈനൽ ടച്ചും എക്സാം അനാലിസിസും ഒക്കെ ആയിട്ട് ഞങ്ങൾ ചാനലിൽ സജീവമായിരിക്കും. അതോടൊപ്പം നമ്മുടെ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ. എക്സാക്ട്ലി. അതെ. സോ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.